ഹലോ ഗൈസ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ബാച്ചീസ് വേൾഡ്. അപ്പോൾ ഞാൻ ഇന്ന് വീഡിയോ എടുക്കുന്നത് ഇക്കാൻ്റെ വീട്ടിൽ നിന്നാണ് കേട്ടോ. ഇന്നലെ ഞാൻ എൻ്റെ വീട്ടിൽ നിന്നൊരു രാത്രി വന്നിട്ടുണ്ടായിരുന്നു. രാത്രി ഫുഡൊക്കെ കഴിച്ച ശേഷമാണ് വന്നത്. പിന്നെ വന്ന ശേഷം കൂടുന്ന സാധനങ്ങളൊക്കെ ഒന്ന് അടുക്കി ഒതുക്കി വെച്ച ശേഷം പിന്നെ ഞങ്ങൾ കിടന്നുറങ്ങിയിട്ട് പിന്നെ രാവിലെ എഴുന്നേറ്റ ശേഷമുള്ള കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. പിന്നെ നമ്മൾ നമ്മുടെ സ്വന്തം വീട്ടിൽ പോയിട്ട് ഒരു 3-4 ദിവസമൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്കൊന്നും പറയണ്ട. വീട്ടിൽ കുറച്ച് പണികളൊക്കെ ഉണ്ടാകും. ആദ്യം മുതൽ തുടങ്ങുന്ന കുറച്ച് പണികളൊക്കെ ഉണ്ടാകും. അപ്പോൾ അതൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ എല്ലാവരും ഒന്ന് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണുക. കണ്ടിട്ട് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്ന ഫ്രണ്ട്സൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോ ഇട്ട് പോയാലോ. അപ്പോൾ ഞാൻ രാവിലെ ഒരു 5 മണിയൊക്കെ ആയപ്പോൾ എഴുന്നേറ്റിട്ട് നിസ്കാരം കഴിഞ്ഞിട്ട് നേരെ കിച്ചണിലോട്ട് പോയി. കിച്ചണിലോട്ട് ചെന്നിട്ട് മോൻ്റെ ലഞ്ച് ബോക്സ് വാട്ടർ ബോട്ടിൽ കഴുകിയിട്ട് ടേബിളിൽ കൊണ്ടുവന്ന് വെച്ചു. എന്നിട്ട് കിച്ചണിലോട്ട് തന്നെ പോയി. കിച്ചണിലോട്ട് പോയപ്പം ഉമ്മ അടുക്കളയിൽ ചോറും കറിയൊക്കെ ഉണ്ടാക്കുന്നുണ്ടായിരുന്നു. അതുപോലെ മോന് ലഞ്ചിന് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള വെണ്ടക്ക ഫ്രൈക്കുള്ള മസാലയുടെ പുരട്ടി വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ ഒരു ഗ്ലാസ് ചായ കുടിച്ചു. പിന്നെ അതിൻ്റെ കൂടെ തന്നെ ചിക്കൻ ഉണ്ടായിരുന്നു കേട്ടോ. ചിക്കൻ ഞാൻ മസാല പുരട്ടി വെച്ചു. പിന്നെ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് ദോശയും അതുപോലെ ചട്നിയായിരുന്നു. അപ്പോൾ അതൊക്കെ അവിടെ റെഡിയാക്കുന്നുണ്ട്. ഉമ്മാൻ്റെ കൂടെ ഞാൻ ഇടയ്ക്ക് ഹെൽപ്പ് ചെയ്യാനൊക്കെ കൂടുന്നുണ്ട് കേട്ടോ. അതൊന്നും ഞാൻ വീഡിയോ എടുത്തില്ല. പിന്നെ ഞാൻ ചിക്കൻ മസാല പുരട്ടി വെച്ചിട്ട് പിന്നെ നേരെ മോൻ്റെ യൂണിഫോം അയൺ ചെയ്യാൻ വേണ്ടിയിട്ടാണ് പോയത്. മോന് ചിക്കൻ സ്കൂളിലോട്ട് ഇപ്പോൾ കൊണ്ടുപോകാൻ പാടില്ല. അവിടുന്ന് ചിക്കൻ കൊടുത്തു വിടരുതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ചിക്കനും മീനൊന്നും കൊടുത്തു വിടരുതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാണ് ചിക്കൻ അവന് കൊടുത്തുവിടാൻ പറ്റില്ല. അപ്പോൾ അവന് രാവിലെ ദോശയുടെ കൂടെ കൊടുക്കാമെന്ന് വെച്ചിട്ടാണ് രാവിലെ തന്നെ ഫ്രൈ ചെയ്യുന്നത്. അപ്പോൾ ചിക്കനോടെ മസാല പുരട്ടി വെച്ചിട്ടുണ്ട്. ഇനി പോയിട്ട് മോൻ്റെ യൂണിഫോം അയൺ ചെയ്യണം. ഞാനിന്ന് മോൻ്റെ യൂണിഫോം തലേദിവസം അയൺ ചെയ്ത് വെക്കാറുണ്ട്. പക്ഷെ ഇന്നലെ വൈകിട്ട് വന്നത് കാരണം അയൺ ചെയ്യാൻ ടൈം കിട്ടിയില്ല. ഞാൻ 2 യൂണിഫോം കൂടെ ഒരുമിച്ചിട്ടാട്ടോ അയൺ ചെയ്ത് വെക്കാറ്. അപ്പോൾ ഞാൻ ഇത് വ്യാഴാഴ്ചക്കും വെള്ളിയാഴ്ചക്കുള്ള യൂണിഫോം ഒരുമിച്ചിട്ടാണ് ഞാൻ അയൺ ചെയ്യണത്. അപ്പോൾ എൻ്റെ അയൺ ചെയ്യലൊക്കെ കഴിഞ്ഞു. ഇനി ഒന്ന് അടിച്ച് വരണം, എന്നിട്ട് തുടക്കണം. അപ്പോൾ ഞാൻ ഡൈനിങ് ഹാൾ വരെ കേട്ടോ അടിച്ച് വാരി തുടച്ചിടുള്ളൂ. കിച്ചണിൽ വർക്കിലൊക്കെ അവിടുത്തെ പണികൾ കഴിഞ്ഞിട്ടാണ് ചെയ്യുള്ളൂ. അപ്പോൾ എൻ്റെ അടിച്ച് വാരൽ കഴിഞ്ഞിട്ട് ഞാൻ ഇപ്പോൾ തുടച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അടിച്ച് വരലും തുടക്കലൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഞാൻ പുറത്തോട്ട് മുറ്റടിച്ചിടാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ് കേട്ടോ. 6 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു. നേരം നല്ലോണം വെളുത്തിട്ടൊന്നുമില്ല. ഇപ്പോഴും ഭയങ്കര ഇരുട്ട് തന്നെയാണ്. അപ്പോൾ ഞാൻ കുട്ടികൾ എഴുന്നേൽക്കുന്ന മുമ്പ് തന്നെ പണികളൊക്കെ ഒരുക്കാമെന്ന് വിചാരിച്ചിട്ട് നേരെ മുറ്റടിച്ചിടാൻ വേണ്ടിയിട്ട് ഇറങ്ങി. അപ്പോൾ 2-3 ദിവസമൊക്കെ വീട്ടിൽ നിന്നിട്ട് വന്നാൽ മുറ്റത്തിൻ്റെ കാര്യം നോക്കിയാൽ വേണ്ട, നല്ല കച്ചറ ഉണ്ടാവും. ബാക്കിൽ നല്ലോണം കച്ചറ ഉണ്ടാവും കേട്ടോ. ഈ പ്ലാവിൻ്റെ ഇലയൊക്കെ വീണിട്ടേ പിന്നെ മഴയും കൂടി ആയത് കാരണം അടിച്ചു വരാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഞാൻ മുറ്റടിച്ചൊരിക്കൊണ്ടിരിക്കുകയാണ്. ബാക്കിലാണ് കൂടുതൽ കുപ്പുണ്ടാവുക. അപ്പോൾ അതൊക്കെ മഴ ആയതുകൊണ്ട് ഒട്ടി പിടിച്ച കാരണം അടിച്ചൊരി വൃത്തിയൊക്കെ കിട്ടണില്ല. അപ്പോൾ അതൊക്കെ അടിച്ചോരിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം മുറ്റം 4 വരെ അടിച്ചു വാരൽ കഴിഞ്ഞുള്ളപ്പോൾ നേരൊക്കെ വെളുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് തിരുമ്പാനുണ്ടായിരുന്നു കേട്ടോ. ഞാൻ അന്ന് പോകുമ്പോൾ ബെഡ്ഷീറ്റൊന്നും മാറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ബെഡ്ഷീറ്റൊക്കെ ഒന്ന് സോപ്പ് പൊടിയിൽ ഇട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് അലക്കിയിടണം. അപ്പോൾ ചെറുതായിട്ട് മഴയൊക്കെ പെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ 2-3-4 ദിവസമായിട്ട് ഇപ്പോൾ എപ്പോഴും മഴ ആയത് കാരണം മഴ പോകുമെന്ന് വിചാരിച്ചിട്ട് തിരുമ്പാതിരിക്കാൻ പറ്റില്ല. എപ്പോഴാണെന്നുണ്ടെങ്കിലും മഴ പെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. അപ്പോൾ ഞാൻ ചെറിയ ചാറ്റൽ മഴ ഉള്ളൂ. അപ്പോൾ ഞാൻ വേഗം കുട്ടികളെ എഴുന്നേൽക്കുമ്പോൾ വേഗം അരക്കിടാന്ന് വെച്ചിട്ട് വേഗം അരക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എൻ്റെ അലക്കിടലും അതുപോലെ തുണികളൊക്കെ വിരിച്ചിടലൊക്കെ കഴിഞ്ഞു. അപ്പോഴേക്കും മോനെ എഴുന്നേറ്റിട്ടുണ്ടായിരുന്നു. മോനെ ഫ്രഷ് ആവലും പല്ലൊക്കെ തേപ്പിച്ച് ഫുഡൊക്കെ കൊടുത്തിട്ട് പിന്നെ ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് ഞങ്ങൾ പിന്നെ അവനെ സ്കൂളിൽ കൊണ്ടാക്കാൻ വേണ്ടിയിട്ട് പോയി. മോളെ എഴുന്നേറ്റിട്ടുണ്ടായിരുന്ന മോളെ ഉമ്മാൻ്റെ താക്കിയിട്ടാട്ടോ പോകുന്നത്. അപ്പോൾ ഞാൻ മോനെ ബസ് കയറ്റിയിടാൻ വേണ്ടിയിട്ട് പോവുകയാണ്. കുറച്ചങ്ങോട്ട് നടക്കാനുണ്ട്. അപ്പോൾ അത് കാരണം അവനെ കൊണ്ട് പോവാട്ടോ. അപ്പോൾ ഞാൻ മോനെ കൊണ്ടാക്കിയിട്ട് വന്ന ശേഷം മോളെ എഴുന്നേറ്റിട്ടുണ്ടായിരുന്നു.
അപ്പോൾ മോൾക്ക് കുറച്ച് ടോയ്സൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഞാൻ അവളോട് ഇരുത്തിയിട്ടുണ്ട്. അവൾക്ക് ചെറുതായിട്ട് പനിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പനി, ചുമയും ജലദോഷമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഓരോരുത്തർ അവളെ കുറച്ച് ടോയ്സൊക്കെ കൊടുത്തിട്ട് ഇരുത്തിയിട്ട് ഞാൻ പോയിട്ട് ചായ കുടിച്ചു. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല, ദോശയും ചട്നിയായിരുന്നു. അപ്പോൾ ചിക്കൻ ഫ്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചിക്കനോട് കൂട്ടിയിട്ടാട്ടോ കഴിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എൻ്റെ ചായയുടെ കഴിഞ്ഞ ശേഷം മോൾക്ക് ഫുഡൊക്കെ കൊടുത്തിട്ട് ഒരു 10-11 മണിയൊക്കെ ആയപ്പോൾ മോളെ ഞാൻ ഉറക്കിയിട്ടോ. മോളെ ഉറക്കിയിട്ട് മോൾ ചെറുതായിട്ട് പനിയുണ്ട് പറഞ്ഞില്ല, അപ്പോൾ അവൾക്ക് ക്ഷീണം ഉണ്ടായിരുന്നു. അപ്പോൾ അവളെ ഞാൻ വേഗം ഉറങ്ങി എഴുന്നേറ്റിട്ട് അവളെ കൊണ്ടൊന്ന് ഡോക്ടറെ അടുത്ത് പോകണം. അപ്പോൾ ഞങ്ങൾ മോൾ എഴുന്നേറ്റ ശേഷം മോന് സ്കൂളിട്ട് വരുന്ന മുമ്പ് പോയിട്ട് ഡോക്ടറെ കാണിച്ചിട്ട് വരണം. അപ്പോൾ ഞാൻ മോളെയും കൂടെ ഡോക്ടറെ അടുത്തേക്ക് വന്നിക്കാം കേട്ടോ. എന്നത്തെയും പോലും അധികം തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. ഒരു 5-6 ആളെ കാണാനുണ്ടായിരുന്നുള്ളൂ. അവരെ കഴിഞ്ഞിട്ടാണ് കേട്ടോ ഞങ്ങളുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ അവളെ ഡോക്ടറെ കാണിച്ച് മരുന്നൊക്കെ മേടിച്ച് വീട്ടിലോട്ട് വന്നു. എന്നിട്ട് അവൾക്ക് ഫുഡൊക്കെ കൊടുത്തിട്ട് അവളെ വീണ്ടും ഉറക്കിയിട്ടോ. ഞാൻ പറഞ്ഞവൾക്ക് നല്ല ക്ഷീണമുണ്ടെന്ന്. അപ്പോൾ അവൾ മരുന്ന് കഴിച്ചപ്പോൾ അവൾ അങ്ങനെ ഉറങ്ങി. അപ്പോൾ ഞാൻ കുറച്ച് സ്റ്റിച്ച് ചെയ്യാനുണ്ടായിരുന്നു കേട്ടോ. അനിയത്തിയുള്ള ഡ്രസ്സൊക്കെ അവർ കൊടുത്തുവിട്ടിട്ടുണ്ടായിരുന്നു ഷേപ്പ് ചെയ്യാനൊക്കെ. അവർക്ക് എന്തൊക്കെ പരിപാടിയൊക്കെ ഉണ്ട് അങ്ങോട്ട് പോകുമ്പോൾ ഇടാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞത്. അപ്പോൾ അതൊക്കെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് വെക്കുകയാണ്. അപ്പോൾ സ്റ്റിച്ച് ചെയ്യലൊക്കെ കഴിഞ്ഞ ശേഷം പിന്നെ ഞാൻ ചോറൊക്കെ കഴിച്ച ശേഷം കുറച്ച് നേരം കിടന്നു. അപ്പോൾ ഞാൻ ഒരു 3:45 ആകുമ്പോൾ വരാം. അപ്പോൾ ഫുഡൊക്കെ കഴിച്ച് കുറച്ച് നേരം കിടന്ന് എഴുന്നേക്കാമെന്ന് വിചാരിച്ചിട്ട് അപ്പോൾ ഞാൻ ഫുഡൊക്കെ കഴിച്ച് കുറച്ച് നേരം കിടന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ. വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ഫ്രണ്ട്സൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.